നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇടുക്കി മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. വിദ്യാർത്ഥികൾ സമരം ആരംഭിച്ചത് പഠനത്തിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളില്ലെന്ന് ആരോപിച്ച്. ഇടുക്കി മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ പ്രത്യക്ഷ സമരങ്ങളുമായി രംഗത്തു വരുന്നത് ഇത് മൂന്നാം തവണ. ഇരട്ടയാർ ഇടിഞ്ഞമലയിൽ നിരപരാധികളായ യുവാക്കളെ കയ്യേറ്റം ചെയ്ത തങ്കമണി SIക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് കോൺഗ്രസ് നേതാക്കൾ. സംഭവം നടന്നത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ. അല്ലാത്തപക്ഷം പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തുമെന്നും നേതാക്കൾ. ഇരട്ടയാറിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച പോക്സോ കേസ് അതിജീവിതയുടെ വീട്ടിൽ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഭാരവാഹികൾ സന്ദർശനം നടത്തി. അതിജീവിത ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവത്തിൽ ഉന്നതതല അന്വേഷണം നടത്തണമെന്ന് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം ശൈലജ സുരേന്ദ്രൻ. ചെറുതോണിയിൽ വൻ കഞ്ചാവ് വേട്ട. 2 കേസുകളിലായി 14 കിലോയോളം കഞ്ചാവ് പിടികൂടി. അറസ്റ്റിലായത് തങ്കമണി പുഷ്പഗിരി സ്വദേശി കലയത്തിങ്കൽ സാബു, ചെറുതോണി ഗാന്ധിനഗർ കോളനി സ്വദേശി കാരക്കാട്ട് പുത്തൻ വീട്ടിൽ അനീഷ് പൊന്നു എന്നിവർ. വിശദമായ വാർത്തകൾ. ഇടുക്കി മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. പഠനത്തിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ല എന്നാരോപിച്ചാണ് വിദ്യാർത്ഥികൾ സമരം ആരംഭിച്ചത്. മൂന്നാം തവണയാണ് ഇടുക്കി മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ പ്രത്യക്ഷ സമരങ്ങളുമായി രംഗത്തു വരുന്നത്. കഴിഞ്ഞ ഒരു വർഷക്കാലത്തിനിടെ ഇത് മൂന്നാം തവണയാണ് ഇടുക്കി മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ സമര പ്രക്ഷോഭങ്ങളുമായി രംഗത്ത് വരുന്നത്. 1ഉം 2ഉം വർഷങ്ങളിലെ ഉൾപ്പെടെ 200ഓളം വിദ്യാർത്ഥികളാണ് മെഡിക്കൽ കോളേജിന് മുന്നിൽ സമരം ആരംഭിച്ചത്. ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാത്തതിൽ പ്രതിഷേധിച്ച് മുൻപ് 2 തവണ ഇവർ സമരം ചെയ്തിരുന്നു. 45 ദിവസത്തിനുള്ളിൽ എല്ലാ സൗകര്യങ്ങളും ഒരുക്കുമെന്ന് അധികൃതർ ഇടപെട്ട് വാഗ്ദാനം നൽകിയിരുന്നു. എന്നാൽ മാസങ്ങൾ പിന്നിട്ടിട്ടും മാനേജ്മെന്റ് നൽകിയ ഉറപ്പിൽ ഒന്നുപോലും പാലിക്കപ്പെട്ടിട്ടില്ലെന്നാണ് വിദ്യാർത്ഥികളുടെ ആരോപണം. നമ്മൾ ഈ കോളേജിൽ വന്നിട്ട് ഏകദേശം 1.5 കൊല്ലമായി. എന്നുവെച്ചാൽ ഈ 1.5 കൊല്ലത്തിനിടക്ക് നമ്മൾ ഏതാണ്ട് 3 സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. 3ഉം ഒരേ കാര്യത്തിന് വേണ്ടിയിട്ട് നടത്തിയിരുന്നു. ഹോസ്റ്റല്, ലാബ് ഫെസിലിറ്റി. അപ്പോൾ കഴിഞ്ഞ വട്ടവും നമ്മൾ ഇതുപോലെ ഒരു സമരം നടത്തിയപ്പോൾ ഉന്നത അധികാരികൾ വന്നിട്ട് നമ്മളോട് പറഞ്ഞത് ഏകദേശം 45 ദിവസത്തിനുള്ളിൽ എല്ലാ കാര്യങ്ങളും ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. നമ്മുടെ കൂടെ പ്രവർത്തിച്ച് വന്ന കൂന്നി മെഡിക്കൽ കോളേജിന് ലാബ് ഫെസിലിറ്റീസും കാര്യങ്ങളും എല്ലാം വന്ന സമയത്ത് നമ്മളുടെ ഭയങ്കരമായിട്ട് ഒരു അവഗണിക്കുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സമരം നടത്തിയത്. ഇന്നലെ തന്നെ NMCയുടെ ഒരു നോട്ടീസ് ഇവിടെ വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ 50 പേരായിട്ട് ഇവിടെ കുറയ്ക്കുമെന്നോ അല്ലെങ്കിൽ ഇവിടെ ഫൈൻ ഈടാക്കുമെന്നൊക്കെ പറഞ്ഞ് നോട്ടീസ് വന്നിട്ടുണ്ട്. ഒട്ടും ഫെസിലിറ്റീസ് ഇല്ലാണ്ടാണ് ഈ കോളേജ് ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വിവിധ ലാബുകൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഇല്ല. ലാബിന്റെ ഉപകരണങ്ങളെല്ലാം എത്തിയിട്ടും അവ ഇറക്കി വെച്ച സ്ഥലത്ത് തന്നെ ഇരിക്കുന്നതായും വിദ്യാർത്ഥികൾ ആരോപിച്ചു. ഇവിടെ ഞങ്ങൾ പഠിക്കുന്ന കാര്യം നോക്കുകയാണെങ്കിൽ ക്ലിനിക്സിൽ വരുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഡെർമറ്റോളജി പോസ്റ്റിംഗ് വന്നിട്ട് അവിടെ ഞങ്ങളെ പഠിപ്പിക്കാനായിട്ട് ആരുമില്ല. ഇവിടെ ചികിത്സിക്കുന്ന ഒരു ഡോക്ടർ, കൺസൾട്ടൻ്റ് ആയിട്ടുള്ള ഡോക്ടർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ആ 2 ആഴ്ച തന്നെ ഞങ്ങൾ വെറുതെ ഇരിക്കേണ്ടിയാണ് വന്നത്. പിന്നെ നോക്കുമ്പോൾ ഇവിടെ ആവശ്യത്തിന് സർജറീസ് നടക്കാറില്ല. സർജറിക്ക് വേണ്ടി ഇവിടെ ആൾക്കാർ വന്നാലും അതെല്ലാം റെഫർ ചെയ്ത് വിടുകയാണ് ചെയ്യാറ്. അതൊക്കെ നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ പഠിക്കാനുള്ള കാര്യങ്ങൾ വളരെ കുറവാണ്. കിടപ്പ് രോഗികൾ കുറവാണ്. പിന്നെ സ്കിൽ ലാബ് ഞങ്ങൾക്കില്ല ഇവിടെ. പിന്നെ ലെക്ചർ ഹാൾ എന്ന് പറയുന്നത് ഇവിടെ ആകെ 2 ലെക്ചർ ഹാളേ ഉള്ളൂ. അതിൽ ഒരെണ്ണം 50 പേർക്ക് ഇരിക്കാൻ പറ്റുന്നതും ഒരെണ്ണം ഞങ്ങളുടെ എക്സാമിനേഷൻ ഹാളാണ്. എക്സാമിനേഷൻ ഹാളാണ് അത്. ലെക്ചർ ഹാളാണ്. എന്തൊരു പരിപാടി നടന്നാലും ആ ഹാളാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. NMC ഇൻസ്പെക്ഷൻ വരുമ്പോൾ മാത്രം ഇവിടെ ഫാക്കൽറ്റീസ് വരാൻ വേറെ കോളേജസ് നിന്നോട്ട് ഇവിടെ തൊട്ട് ആൾക്കാരെ കൊണ്ടുവരാറുണ്ട്. എന്ന് അവർ പോകുന്നു അന്ന് അടുത്ത ദിവസം തന്നെ ഇവിടെ എല്ലാവരും തിരിച്ചു പോകുന്നത് ഞങ്ങൾ കാണുന്നത്. വേണ്ടത്ര ലെക്ചറൽ ഹാളുകളില്ലെന്നും പഠിപ്പിക്കാൻ വേണ്ടത്ര പ്രൊഫസർമാരില്ലെന്നും ഹോസ്റ്റൽ സൗകര്യം ഒരുക്കാത്തതുമെല്ലാം ഉന്നയിച്ചാണ് വിദ്യാർത്ഥികൾ മൂന്നാം തവണയും സമരം ആരംഭിച്ചിരിക്കുന്നത്. ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് എത്തുമ്പോൾ മാത്രമാണ് എല്ലാവരും എത്താറുള്ളതെന്നും പരിശോധന കഴിഞ്ഞ് അധികൃതർ പോയാൽ അപ്പോൾ തന്നെ എല്ലാവരും സ്ഥലം വിടുന്നതായും വിദ്യാർത്ഥികൾ ആരോപിച്ചു. തങ്ങളുടെ ആവശ്യങ്ങൾ പരിഹരിക്കുന്നതുവരെ സമരം തുടരാനാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം. ഇരട്ടയാർ ഇടിഞ്ഞമലയിൽ നിരപരാധികളായ യുവാക്കളെ കയ്യേറ്റം ചെയ്ത തങ്കമണി SIക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് കോൺഗ്രസ് നേതാക്കൾ കട്ടപ്പനയിൽ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം നടന്നത്. പ്രൈവറ്റ് ഫിനാൻസ് സ്ഥാപനത്തിലെ ജീവനക്കാരനായ ഹരി S നായർ ജോലി കഴിഞ്ഞ് ജിമ്മിൽ വർക്കൗട്ട് ചെയ്തതിനു ശേഷം വീട്ടിൽ പോകുന്നതിനായി വാഹനമിറങ്ങി സുഹൃത്തുക്കളുമായി സംസാരിച്ചു നിൽക്കുമ്പോഴാണ് പോലീസ് അതിക്രമം കാട്ടിയതായി പരാതി ഉയർന്നിരിക്കുന്നത്. റോഡിൽ നിന്നും 200 മീറ്റർ നടപ്പുവഴിയാണ് ഹരിയുടെ വീട്ടിലേക്കുള്ളത്. ഇതുവഴി വന്ന തങ്കമണി പോലീസ് സ്റ്റേഷനിലെ വാഹനം ഹരിയുടെ സമീപം നിർത്തുകയും അസഭ്യം പറഞ്ഞ് SI ഹരിയുടെ ഷർട്ടിന്റെ കോളറിൽ കുത്തിപ്പിടിക്കുകയുമാണ് ഉണ്ടായതെന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നു. ഈ നാട്ടിൽ നമ്മുടെ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് സമ്മാനം തെറ്റിദ്ധരിച്ചിരിക്കുക. അവർക്ക് ഈ നാട്ടിലെ നിയമവ്യവസ്ഥകളൊന്നും ബാധകമല്ല എന്ന മട്ടിൽ ചില സിനിമകളൊക്കെ കൊണ്ട്
ആ സിനിമയിലെ കഥാപാത്രങ്ങളെ സ്വയം ഉൾക്കൊണ്ടുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളുടെ മേൽ കുതിര കയറാൻ വേണ്ടി ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സംഭവങ്ങളെല്ലാം ഉണ്ടാകുന്നത് നമ്മുടെ കട്ടപ്പനയിലും പരിസര പ്രദേശങ്ങളുമാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഈ വിഷയത്തിൽ ശക്തമായ അന്വേഷണം നടത്തി ഈ കുറ്റക്കാരായ SIക്കെതിരെ നടപടി സ്വീകരിക്കാൻ തയ്യാറാകണമെന്നുള്ളതാണ് ഞങ്ങൾ ഈ പത്രസമ്മേളനത്തിൽ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശ്രീ ഹരിയെ പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിക്കും ബഹുമാനായ DGPക്കും ഇടുക്കി SPക്കും പരാതി നൽകിയിട്ടുണ്ട്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തി ഈ SIക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നതിനും അതോടൊപ്പം തന്നെ ഇവർക്കെതിരെ എടുത്തുള്ള കള്ളക്കേസ് പിൻവലിക്കാനും നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് ഈ വാർത്താ സമ്മേളനത്തിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഹരിയെ പിടിച്ചു തള്ളുകയും കരണത്തടിച്ച് ബലമായി പോലീസ് വാഹനത്തിൽ കയറ്റാൻ ശ്രമിക്കുകയും ചെയ്തു. വേറെ 3 പോലീസ് ഉദ്യോഗസ്ഥർ കൂടി വാഹനത്തിൽ ഉണ്ടായിരുന്നതായും നേതാക്കൾ പറഞ്ഞു. കണ്ടാൽ അറിയാവുന്ന ആൾ, കാരണം അവിടെ അന്വേഷിച്ചാൽ അവിടെ ആരാണെങ്കിലും അവിടെയുള്ള ആളുകളെല്ലാം ആ നാട്ടുകാരായിരുന്നു. കണ്ടാൽ അറിയാവുന്ന ആളുകളെന്നും പറഞ്ഞ് പിന്നെ അവർ കേസെടുത്തിരിക്കുന്ന ആരെ വേണേലും നടന്നു പോകുന്ന ആരെ വേണേലും പിടിച്ച് കേസിൽ പ്രതിയാക്കാം എന്നുള്ളത് കൊണ്ടാണ്. പിന്നെ 100 പേര് കൂടുതൽ കണ്ടാൽ അറിയാവുന്നതെന്ന് പറഞ്ഞ ഇത് ആ വണ്ടിയൊന്നും ആരെയും ഇറക്കിയില്ല, വണ്ടി ഇയാൾ ആരെയും കയറ്റിയില്ല. കയറാൻ പറ്റത്തില്ല. കാരണം കൃത്യമായ എന്ത് കാരണം കൊണ്ടാണ് കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞാൽ മാത്രമേ വരാൻ പറ്റുള്ളൂ. ആദ്യം തന്നെ ഹരി പറഞ്ഞു, ഞാൻ സാറ് വന്ന് ഞാൻ പറയാം സാറേ സ്റ്റേഷനിലേക്ക് വരാമെന്ന് പറഞ്ഞു. പിന്നെ ഈ വണ്ടിയെ കൊണ്ടുപോകാൻ നോക്കട്ടെ, മൂത്രമൊഴിച്ചുകൊണ്ടിരുന്ന ഒരാളിനോടാണ് ഇത് പറയുന്നതെന്ന് നോക്കണം. വയസ്സിലിരുന്ന ഒരു 9:30 ആയപ്പോൾ സമയത്ത്. അതുകൊണ്ട് ഈ രീതിയിലുള്ള നടപടി ക്രമമായി ഈ രീതിയിൽ പോലീസിന്റെ ഇടപെടൽ ഉണ്ടാകുവാണെങ്കിൽ മേലുദ്യോഗസ്ഥന്മാർ ഇടപെട്ട് ഇയാളുടെ പേരിൽ നടപടിയെടുത്ത് ഇയാളെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ലെങ്കിൽ സമരപരിപാടികളുമായി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിക്കും ഉപരി കമ്മിറ്റികൾക്കൊക്കെ പോകേണ്ട സ്ഥിതി വരും. ജോലി കഴിഞ്ഞു വരുന്ന വഴിയാണെന്നും വീട്ടിലേക്ക് പോകുകയാണെന്നും ഹരി പറഞ്ഞിട്ടും SI കേൾക്കാൻ കൂട്ടാക്കിയില്ല. താൻ PSC പരീക്ഷ എഴുതി SI ആയതാണെന്നും നിങ്ങളെ കൈകാര്യം ചെയ്യുമെന്നും ഭീഷണി മുഴക്കിയതായും ഹരി പറഞ്ഞു. ബഹളം കേട്ട് അയൽവാസികൾ ഓടിക്കൂടുകയും ഒരു കാര്യവുമില്ലാതെ എന്തിനാണ് സ്റ്റേഷനിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതെന്ന് ചോദിക്കുകയും ചെയ്തു. ഈ സമയം മറ്റൊരു വാഹനത്തിൽ ഏകദേശം 4 പോലീസ് ഉദ്യോഗസ്ഥരും വന്നു. സംഭവങ്ങളറിഞ്ഞ് ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് അംഗം റജി ഇലിപ്പുലിക്കാട്ട് സ്ഥലത്തെത്തുകയും എന്താണ് വിഷയമെന്ന് ചോദിച്ചറിയാൻ ശ്രമിക്കുകയും ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗത്തോടും SI വളരെ മോശമായി പെരുമാറിയതായും പരാതിയുണ്ട്. തുടർന്ന് കട്ടപ്പന DYSPയുമായി സംസാരിക്കുകയും DYSP SIയെ വിളിക്കുകയും ചെയ്തു. പിന്നീട് ഹരിക്കെതിരെയും സംഭവമറിഞ്ഞ് സ്ഥലത്തെത്തിയ ഗ്രാമപഞ്ചായത്ത് അംഗം റജി ഇലിപ്പുലിക്കാട്ടിനെതിരെയും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതായും നേതാക്കൾ പറഞ്ഞു. SIക്കെതിരെ നടപടിയുണ്ടായില്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെയുള്ള സമരപരിപാടികൾക്ക് നേതൃത്വം നൽകാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. DCC ജനറൽ സെക്രട്ടറി ബിജോ മാണി, കോൺഗ്രസ് ഇരട്ടയാർ മണ്ഡലം പ്രസിഡന്റ് ഷാജി മടത്തുമുറി, ജോസ് തച്ചാപറമ്പിൽ, ആനന്ദ് തോമസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇരട്ടയാറിൽ പോക്സോ കേസിലെ അതിജീവിത ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവത്തിൽ ഉന്നതതല അന്വേഷണം നടത്തണമെന്ന് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം ശൈലജ സുരേന്ദ്രൻ. മരിച്ച പെൺകുട്ടിയുടെ വീട് സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു ശൈലജ സുരേന്ദ്രൻ. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് കഴുത്തിൽ ബെൽറ്റ് മുറുക്കിയ നിലയിൽ പെൺകുട്ടിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ കട്ടപ്പന പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. കേസിൽ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കുകയും ജില്ലാ പോലീസ് മേധാവിയോട് റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അതിജീവിതയായിരുന്ന പെൺകുട്ടിയുടെ മരണം ആത്മഹത്യയാണെന്ന് പ്രാഥമികമായി കരുതുന്നുണ്ടെങ്കിലും ഇത് പൊതുസമൂഹത്തിന് വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്ന് അഖിലേന്ത്യാ മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം ശൈലജ സുരേന്ദ്രൻ പറഞ്ഞു. അവരുടെ വീട്ടുകാർ പോലും ആ കുട്ടി ആത്മഹത്യ ചെയ്തതാണെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിലും പൊതുസമൂഹത്തിന് അത് വിശ്വസിക്കാൻ കഴിയത്തില്ലാത്ത ഒരു സാഹചര്യമാണ് ആ മരണവുമായി ബന്ധപ്പെട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കേസിനെ സംബന്ധിച്ച് നമ്മുടെ വനിതാ കമ്മീഷൻ അടക്കം സ്വമേധയാ കേസെടുത്തുകൊണ്ട് അതിന് വളരെ വ്യക്തമായ അന്വേഷണം ഉന്നത തലത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ അന്വേഷണം വേണമെന്നും അതോടൊപ്പം തന്നെ അതിന് കുറ്റവാളികളായിട്ടുള്ള ആളുകളെ കണ്ടെത്താൻ വേണ്ടിയുള്ള പരിശ്രമം അതിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുതന്നെയാണ് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ ഇടുക്കി ജില്ലാ കമ്മിറ്റിക്കും പറയാനുള്ളത്. ആ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ സംബന്ധിച്ച് വളരെ വ്യക്തവും ആളുകൾക്ക് ബോധ്യപ്പെടുത്തക്ക നിലയിലുമുള്ള അന്വേഷണം അനിവാര്യമാണ്. മഹിളാ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് സുമാ സുരേന്ദ്രൻ, ജില്ലാ സെക്രട്ടറി ലിസി ജോസ്, ഏരിയ സെക്രട്ടറി സാലി ജോളി എന്നിവരും വീട്ടിൽ സന്ദർശനം നടത്തി. 2 വർഷം മുൻപാണ് പെൺകുട്ടി ലൈംഗിക പീഡനത്തിന് ഇരയായത്. കേസ് നടന്നു വരുന്നതിനിടെയാണ് പെൺകുട്ടിയുടെ ദുരൂഹ മരണം. ചെറുതോണിയിൽ വൻ കഞ്ചാവ് വേട്ട. 2 കേസുകളിലായി 14 കിലോയോളം കഞ്ചാവാണ് പിടികൂടിയത്. തങ്കമണി പുഷ്പഗിരി സ്വദേശി കലയത്തിങ്കൽ സാബു,
ചെറുതോണി ഗാന്ധിനഗർ കോളനി സ്വദേശി കാരക്കാട്ട് പുത്തൻ വീട്ടിൽ അനീഷ് പൊന്നു എന്നിവരെയാണ് എക്സൈസ് സംഘം പിടികൂടിയത്. സംസ്ഥാന എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. കഴിഞ്ഞ ദിവസം വർക്കലയിൽ കഞ്ചാവുമായി പിടിയിലായ പ്രതി നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇടുക്കി സ്വദേശിയായ സാബുവിലേക്ക് എക്സൈസ് സംഘം എത്തിയത്. ഇയാൾ ആന്ധ്രയിൽ നിന്നും കഞ്ചാവ് എത്തിച്ച് കേരളത്തിലെ വിവിധ ജില്ലകളിൽ മൊത്ത വിതരണം നടത്തുകയായിരുന്നു. ഇത്തരത്തിൽ വിതരണത്തിനായി എത്തിച്ച 6 കിലോ കഞ്ചാവുമായാണ് ഇയാളെ ചേലച്ചുവട്ടിൽ നിന്നും എക്സൈസ് സംഘം പിടികൂടിയത്. അതേസമയം ഇടുക്കി ജില്ലാ ആസ്ഥാന മേഖലയിൽ കഞ്ചാവ് വിൽപ്പന നടത്തുന്നതിൽ പ്രധാനിയാണ് അറസ്റ്റിലായ അനീഷ്. ഇയാൾക്ക് വിൽപ്പനയ്ക്കായാണ് കഞ്ചാവ് എത്തിച്ചതെന്നാണ് സാബു എക്സൈസ് സംഘത്തിന് മൊഴി നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അനീഷിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ 8.5 കിലോയോളം കഞ്ചാവ് കണ്ടെത്തി. സമാനമായ കേസിൽ മുൻപും അനീഷ് അറസ്റ്റിലായിട്ടുണ്ട്. കഞ്ചാവ് പൊതികളിലാക്കി സ്കൂൾ കോളേജ് പരിസരങ്ങളിലും ചെറുതോണി ടൗണിലും ഇയാൾ വിൽപ്പന നടത്തി വരികയായിരുന്നു. അറസ്റ്റിലായ പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. കടുത്ത വരൾച്ചയെ തുടർന്ന് ജില്ലയിലെ കർഷകർക്കുണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങൾക്ക് കേന്ദ്ര സഹായം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കർഷക സംഘം ജില്ലാ കമ്മിറ്റി 29-ാം തീയതി പുറ്റടി, രാജകുമാരി എന്നിവിടങ്ങളിൽ മാർച്ചും ധർണയും നടത്തുമെന്ന് ഭാരവാഹികൾ കട്ടപ്പനയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാജകുമാരി സ്പൈസസ് ബോർഡ് ഡിവിഷണൽ ഓഫീസ് പടിക്കൽ നടക്കുന്ന സമരം അഖിലേന്ത്യാ കിസാൻ സഭ ദേശീയ കൗൺസിൽ അംഗം എം മണി MLAയും പുറ്റടി സ്പൈസസ് പാർക്കിൽ കർഷക സംഘം സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം CV വർഗീസും ഉദ്ഘാടനം ചെയ്യും. ഇടുക്കിയെ വരൾച്ചാബാധിത ജില്ലയായി പ്രഖ്യാപിക്കുക, കേന്ദ്ര സംഘം വരൾച്ചാബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുക, ജില്ലയ്ക്ക് പ്രത്യേക കാർഷിക പാക്കേജ് പ്രഖ്യാപിക്കുക, പുനർകൃഷിക്ക് ആവശ്യമായ പലിശരഹിത വായ്പ ലഭ്യമാക്കുക, കൃഷിക്കാരുടെ വായ്പകൾക്ക് 3 വർഷത്തെ പലിശ ഇളവ് അനുവദിക്കുക, ജപ്തി നടപടികൾ നിർത്തിവയ്ക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. കനത്ത വേനലിനെ തുടർന്നുണ്ടായ വരൾച്ചയിൽ ജില്ലയിൽ വ്യാപക കൃഷിനാശം സംഭവിച്ചിട്ടുണ്ട്. 175.54 കോടിയുടെ കൃഷിനാശം ഉണ്ടായെന്നാണ് കൃഷിവകുപ്പിന്റെ പ്രാഥമിക കണക്കുകൾ. 30,183 കർഷകരുടെ 17,481 ഹെക്ടറിലെ കൃഷി നശിച്ചു. കാർഷിക മേഖലയുടെ നട്ടെല്ലായ ഏലം കൃഷിയുടെ 50%-ലേറെ കടുത്ത വരൾച്ചയിൽ പൂർണ്ണമായും നശിച്ചു. 29-ാം തീയതി രാജകുമാരി സ്പൈസസ് ബോർഡ് ഡിവിഷൻ ഓഫീസ് പടിക്കൽ നടക്കുന്ന സമരം അഖിലേന്ത്യാ കിസാൻ സഭ ദേശീയ കൗൺസിൽ അംഗം എം മണി MLAയും പുറ്റടി സ്പൈസസ് പാർക്കിന് മുമ്പിൽ നടക്കുന്ന സമരം കർഷക സംഘം സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം CV വർഗീസും ഉദ്ഘാടനം ചെയ്യുമെന്നും നേതാക്കൾ പറഞ്ഞു. ഇത്തരം ഒരു വലിയ കെടുതി ഉണ്ടായിട്ട് അതിനെ സംബന്ധിച്ച് ഒരു പഠനം നടത്തി അതിന് കൃഷിക്കാരെ സഹായിക്കാനുള്ള ഒരു പാക്കേജ് പ്രഖ്യാപിക്കാനുള്ള ബാധ്യത ഈ കേന്ദ്ര ഗവൺമെന്റിന് കീഴിലുള്ള ഈ ബോർഡുകൾക്കുണ്ട്. നേരത്തെ സ്പൈസസ് ബോർഡ് ഇത്തരം കാര്യങ്ങളൊക്കെ കുറെ ചെയ്തിരുന്നു. കാർഡമ രജിസ്ട്രേഷൻ ഉള്ളവർക്ക് അവർക്ക് പുനർകൃഷിക്ക് സഹായം ലഭ്യമാക്കിയിരുന്നു. മറ്റു പല ആനുകൂല്യങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം ഏതാണ്ട് നിർത്തലാക്കിയിട്ടുണ്ട്. മാത്രമല്ല ഈ കാര്യത്തിൽ ഒരു പുറംതിരിഞ്ഞ സമീപനമാണ് അവരുടെ ഭാഗത്തു നിന്ന്. ഈ കാര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെടേണ്ട വിവിധ കാര്യങ്ങളുണ്ട്. അതിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് പരിഗണനാർഹമായിട്ടുള്ള കാര്യങ്ങൾ അത് പരിഗണിക്കുമെന്ന് തന്നെയാണ് മന്ത്രി ഇവിടെ വന്ന് ഉറപ്പ് നൽകുകയും സ്ഥലം സന്ദർശിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പൊ തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടത്തിന്റെ ഒക്കെ കുറെ പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു അന്വേഷണത്തിന് പോലും ഒരു തയ്യാറല്ല. ഇപ്പൊ കാലവർഷം ആരംഭിച്ചു. അപ്പോ ഇതിന്റെ കെടുതികളെ സംബന്ധിച്ച് പഠിക്കാതെയും ചർച്ച ചെയ്യാതെയും എങ്ങനെയാണ് ഈ കാര്യത്തിൽ ഒരു സഹായകരമായിട്ടുള്ള നിലപാടെടുക്കാൻ സാധിക്കുക? സ്പൈസസ് ബോർഡ് ഇങ്ങനെ പെരുമാറിയാൽ മതി. എന്നാൽ ഈ കാര്യത്തെ സംബന്ധിച്ച് വിമർശനപരമായി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ന്യായമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാവണം. സ്പൈസസ് ബോർഡ് ന്യായമായി ഇടപെടണം, അന്വേഷിക്കണം. കൃഷിക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ള നഷ്ടത്തെ സംബന്ധിച്ച് മനസ്സിലാക്കണം എന്ന് ആവശ്യപ്പെടാൻ ഇവിടുത്തെ പല പ്രതിപക്ഷത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളൊന്നും തയ്യാറുമില്ല. അവര് മന്ത്രി വിളിച്ച യോഗത്തിൽ തന്നെ ഇവിടെ UDFന്റെ ജനപ്രതിനിധികളും ഒന്നും പങ്കെടുത്തില്ല. അവരുടെ സംഘടനാ നേതാക്കന്മാർ പങ്കെടുത്തില്ല. അവർ പങ്കെടുക്കേണ്ടതായിരുന്നു. കൃഷിക്കാരുടെ പ്രശ്നം ഉന്നയിക്കുന്നതിൽ ഗവൺമെന്റ് പ്രതിനിധികളോട് ഈ കാര്യം ഉന്നയിക്കുന്നതിൽ അവർ തീർച്ചയായിട്ടും വരേണ്ടതായിരുന്നു. ജില്ല ഇത്രമാത്രം അടുത്തൊരു പ്രതിസന്ധി നേരിടുന്നുണ്ട്. മാത്രമല്ല അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്താവനകൾ എന്ന് പറയുന്നത് തികച്ചും നിരുത്തരവാദപരമാണ്. സ്പൈസസ് ബോർഡിനോ അല്ലെങ്കിൽ കേന്ദ്ര ബോർഡുകൾക്കോ എതിരായി ഒരു അക്ഷരം പോലും പറയാതില്ല. അവർ ചെയ്യേണ്ട സഹായത്തെ സംബന്ധിച്ചൊന്നും പറയാതില്ല. യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരും ഈ വിഷയത്തിൽ ഇടപെട്ട് ഒരു പാക്കേജ് പ്രഖ്യാപിക്കേണ്ടതാണ്. നേരത്തെ സ്പൈസസ് ബോർഡ്, അതുപോലെ കോഫി ബോർഡ്, ടീ ബോർഡ് ഒക്കെ വിവിധ പാക്കേജുകൾ വിവിധ സന്ദർഭങ്ങളിൽ മുൻകാലങ്ങളിലൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കർഷകർ പ്രതിസന്ധി നേരിട്ട ഘട്ടത്തിലല്ല. അത് ചെയ്യാനുള്ള ബാധ്യതയുണ്ട്. ആ കാര്യം ഈ കേന്ദ്ര ബോർഡുകളും ഇതിന് തയ്യാറാവണം.
സംസ്ഥാന കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദും ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി ഋഷി അഗസ്റ്റിനും വരൾച്ചാബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുകയും പ്രതിസന്ധി പരിഹരിക്കാൻ സംസ്ഥാന സർക്കാർ ഇടപെടുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു. ഈ യോഗത്തിൽ UDF കർഷക സംഘടനകളുടെ പ്രതിനിധികളും ജനപ്രതിനിധികളും പങ്കെടുക്കാതിരുന്നത് കർഷക വഞ്ചനയാണെന്നും നേതാക്കൾ ആരോപിച്ചു. വാർത്താസമ്മേളനത്തിൽ കർഷക സംഘം ജില്ലാ സെക്രട്ടറി റോമിയോ സെബാസ്റ്റ്യൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി മാത്യു ജോർജ് എന്നിവർ പങ്കെടുത്തു. തൊടുപുഴ നഗരസഭാ പരിധിയിലെ അനധികൃത കച്ചവടവും റോഡ് കയ്യേറിയുള്ള കച്ചവടവും ഒഴിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. വെങ്ങല്ലൂർ ജംഗ്ഷനിൽ നിന്നാണ് ഒഴിപ്പിക്കൽ നടപടികൾക്ക് തുടക്കം കുറിച്ചത്. വെങ്ങല്ലൂരിൽ നിന്നും ആരംഭിച്ച് കോലാനി ബൈപ്പാസിലുള്ള അനധികൃത കച്ചവടങ്ങളാണ് ആദ്യ ദിനത്തിൽ ഒഴിപ്പിച്ചത്. തൊടുപുഴ വെങ്ങല്ലൂരിൽ നിന്നും ആരംഭിച്ച കോലാനി ബൈപ്പാസിലുള്ള അനധികൃത കച്ചവടങ്ങളാണ് ആദ്യ ദിനത്തിൽ ഒഴിപ്പിച്ചത്. വഴിയരികിലുള്ള 4ഓളം കടകൾ ഭാഗികമായി ഒഴിപ്പിച്ചു. അനധികൃതമായും റോഡിലേക്ക് ഇറക്കിയും ഗതാഗത തടസ്സം സൃഷ്ടിച്ചും പ്രദേശത്തുള്ള മറ്റു കടകൾ അടുത്ത ദിവസം തന്നെ പൊളിച്ചു നീക്കണമെന്ന് അധികൃതർ കടയുടമകൾക്ക് നിർദ്ദേശം നൽകി. അടുത്തയാഴ്ച സ്കൂൾ തുറക്കുന്ന സാഹചര്യത്തിൽ അപകടങ്ങൾ കുറയ്ക്കുവാനും വിദ്യാർത്ഥികൾക്കും യാത്രക്കാർക്കും സുഗമമായ സഞ്ചാരം സാധ്യമാക്കുന്നതിനുമാണ് നഗരസഭ അടിയന്തരമായി ഒഴിപ്പിക്കൽ നടപടികൾ തുടരുന്നത്. വരും ദിവസങ്ങളിൽ മങ്ങാട്ടുകവല, മുതലക്കോടം, പട്ടയംകവല, കാരിക്കോട്, വെങ്ങല്ലൂർ ബൈപ്പാസ്, പാലാ റോഡ്, ഇടുക്കി റോഡ് തുടങ്ങി നഗരത്തിന്റെ എല്ലാ പ്രദേശങ്ങളിലുമുള്ള അനധികൃത കച്ചവടങ്ങൾ ഒഴിപ്പിക്കും. നഗരസഭ നടത്തുന്ന ഒഴിപ്പിക്കൽ ഒരു അറിയിപ്പായി കണ്ട് മറ്റുള്ളവർ സ്വയം നീക്കം ചെയ്യണമെന്നും അല്ലാത്തപക്ഷം നഗരസഭയുടെ നേതൃത്വത്തിൽ അനധികൃത കച്ചവടങ്ങൾ നീക്കം ചെയ്യുന്നതും പിഴ ഈടാക്കുന്നതുമാണെന്നും അധികൃതർ അറിയിച്ചു. കാഴ്ചകൾ മറച്ചുള്ള വ്യാപാര സ്ഥാപനങ്ങളുടെ ബോർഡുകൾ ഉൾപ്പെടെ സ്വന്തം നിലയിൽ നീക്കം ചെയ്യുവാൻ വ്യാപാര സ്ഥാപന ഉടമകൾ തയ്യാറാകണമെന്നും നഗരസഭ അധികൃതർ അറിയിച്ചു. കാഞ്ചിയാർ പള്ളിക്കവലയിൽ അനധികൃതമായി നിർമ്മിച്ച കെട്ടിടങ്ങൾ മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി പൊളിച്ചു നീക്കാൻ നോട്ടീസ് നൽകി. 7 ദിവസത്തിനകം ഉടമകൾ സ്വയം പൊളിച്ചു നീക്കിയില്ലെങ്കിൽ വീണ്ടും നോട്ടീസ് നൽകുകയും പഞ്ചായത്ത് അധികൃതർ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് പറഞ്ഞു. മലയോര ഹൈവേയുടെ 2ാം റീച്ചിന്റെ ഭാഗമായി കാഞ്ചിയാർ പള്ളിക്കവലയിലെ അനധികൃത കെട്ടിട നിർമ്മാണങ്ങളാണ് പൊളിക്കാൻ നോട്ടീസ് നൽകിയിരിക്കുന്നത്. റോഡ് പുറംപോക്കിലും റവന്യൂ വകുപ്പിന്റെ സ്ഥലത്തും അനധികൃതമായി നിർമ്മിച്ച കെട്ടിടങ്ങളാണ് പൊളിച്ചു നീക്കാൻ പഞ്ചായത്ത് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 7 ദിവസത്തിനകം കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കണമെന്നാണ് നോട്ടീസിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് പറഞ്ഞു. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിൽ മലയോര ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പള്ളിക്കവലയിൽ റവന്യൂ ഭൂമിയും റോഡിൻ്റെയും പുറമ്പോക്കിൽ അനധികൃതമായ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ സർവകക്ഷി യോഗത്തിൻ്റെയും ജനപ്രതിനിധികളുടെയും ഒക്കെ മീറ്റിങ്ങിൽ അവിടെ പൊളിച്ചു നീക്കുന്നതിനുള്ള തീരുമാനം കൈക്കൊണ്ടുള്ളതാണ്. അതിനോടനുബന്ധിച്ച് തന്നെ 7 ദിവസത്തിനകം അവിടുന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ മാറ്റണമെന്ന് കാണിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്തിൽ നിന്നും നോട്ടീസ് നൽകിയിട്ടുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി സ്കൂള്, ആരാധനാലയം, അതുപോലെ തന്നെ ആയുർവേദ ഹോസ്പിറ്റൽ, സാംസ്കാരിക നിലയം എല്ലാം സ്ഥിതി ചെയ്യുന്ന കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിൻ്റെ സ്ഥിരാകേന്ദ്രമായ പള്ളിക്കവലയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനോ കാൽനടക്കാർക്ക് യാത്ര ചെയ്യുന്നതിനുള്ള സൗകര്യമില്ല എന്ന് ബോധ്യപ്പെട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് അവിടെ ഐറിഷോടെയും അതിന് അപ്പുറത്തായിട്ട് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഒരു ഫുട്പാത്ത് നിർമ്മിച്ച് നൽകുന്നതിനുള്ള അനുമതി നേടിക്കൊണ്ട് ഗ്രാമപഞ്ചായത്ത് അവരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ആ അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കിയാൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനും അതുപോലെ തന്നെ കാൽനട യാത്രക്കാർക്കും വിദ്യാർത്ഥികൾക്കും അതുപോലെ നിർദ്ധനായ രോഗികൾക്കുമെല്ലാം ഈ വിവിധ സർക്കാർ, അർദ്ധ സർക്കാർ അല്ല പൊതു സ്ഥാപനങ്ങളിലേക്കെല്ലാം പോകുന്നതിനുള്ള ഒരു ഫുട്പാത്ത് നിർമ്മിക്കുന്നതിനും ഒരു ആവശ്യമാണ് ഗ്രാമപഞ്ചായത്തും ജനപ്രതിനിധികളും മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അത് ഏതാനും എല്ലാവരുടെയും സഹകരണം സാധ്യമായെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കാഞ്ചിയാറിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റിയെടുക്കുന്നതിനുള്ള ഒരു ബൃഹത് പദ്ധതി തന്നെയാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. നോട്ടീസ് കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് ഉടമകൾ സ്വയമേ കെട്ടിടം പൊളിച്ചു നീക്കാത്ത പക്ഷം അധികൃതർ കെട്ടിടങ്ങൾ നേരിട്ട് പൊളിച്ചു നീക്കും. കെട്ടിടങ്ങൾ നിലകൊള്ളുന്ന സ്ഥലങ്ങളിൽ ഐറിഷ് ഓടയ്ക്ക് പുറമെ ഫുട്പാത്തുകൾ നിർമ്മിക്കാൻ ഹൈവേ അതോറിറ്റിയോട് ഗ്രാമപഞ്ചായത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ദൈവാലയങ്ങൾ, ആശുപത്രി, വിവിധ സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന മേഖലയാണ് പള്ളിക്കവല. ഇവിടെ മലയോര ഹൈവേ നിർമ്മാണത്തോടനുബന്ധിച്ച് തന്നെ കാൽനട യാത്രക്കാർക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്താനാണ് പഞ്ചായത്ത് ലക്ഷ്യം വെക്കുന്നത്. നടപടിയോട് ആളുകൾ സഹകരിക്കണമെന്നും ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. കൊന്നത്തടി ഗ്രാമപഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന കമ്പിളികണ്ടം കുടുംബാരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് പ്രസിഡന്റിനും ഭരണസമിതിക്കുമെതിരെ UDF നടത്തുന്നത് അപവാദ പ്രചരണങ്ങളാണെന്ന് ഭരണസമിതി അംഗങ്ങൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ആരോപണങ്ങൾ തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ്. ക്രമക്കേടിന് കൂട്ടുനിന്നവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നതാണ് തങ്ങളുടെ നിലപാടെന്നും ഭരണസമിതി അംഗങ്ങൾ വ്യക്തമാക്കി.
കൊന്നത്തടി ഗ്രാമപഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന കമ്പളികണ്ഠം കുടുംബാരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെട്ട തുക വിനിയോഗിച്ചതിൽ ക്രമക്കേട് നടന്നുവെന്ന ആരോപണമായിരുന്നു പഞ്ചായത്തിലെ പ്രതിപക്ഷ അംഗങ്ങൾ മുമ്പോട്ട് വച്ചത്. ക്രമക്കേടിന് ഭരണസമിതി കൂട്ടുനിന്നുവെന്നായിരുന്നു പ്രതിപക്ഷാംഗങ്ങളുടെ ആരോപണം. എന്നാൽ ഈ ആരോപണങ്ങൾ തള്ളുകയാണ് ഭരണസമിതി അംഗങ്ങൾ. കുടുംബാരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് പ്രസിഡന്റിനും ഭരണസമിതിക്കുമെതിരെ UDF നടത്തുന്നത് അപവാദ പ്രചരണങ്ങളാണെന്ന് ഭരണസമിതി അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ആരോപണങ്ങൾ തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അർണീഷ് വ്യക്തമാക്കി. കമ്പനിയുടെ FHCയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ക്രമക്കേട് കണ്ടെത്തി എന്ന് പറഞ്ഞുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റിനും ഭരണസമിതിക്കും എതിരായുള്ള UDF നടത്തുന്ന അപവാദ പ്രചരണങ്ങളും രാഷ്ട്രീയ പ്രേരിതമാണെന്നും അതിൽ ക്രമക്കേട് കണ്ടെത്തിയത് ഭരണസമിതി തന്നെ ക്രമക്കേട് കണ്ടെത്തിയിട്ടുണ്ട്. അത് രാഷ്ട്രീയ പ്രേരിതമായി അല്ലെങ്കിൽ രാഷ്ട്രീയമായ പ്രചരണങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് UDF ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് ഞങ്ങൾ കണ്ടെത്തിയ അല്ലെങ്കിൽ പഞ്ചായത്ത് കണ്ടെത്തിയ ക്രമക്കേടിനെതിരായി പഞ്ചായത്ത് ഭരണസമിതി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നേരിട്ട് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ശിക്ഷാ നടപടികൾ നടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഉന്നത ഉദ്യോഗസ്ഥർക്ക് അതുപോലെ വകുപ്പ് മന്ത്രിക്കും പരാതി നൽകിയിട്ടുള്ളതാണ്. ഇതെല്ലാം അറിയാമായിരുന്നിട്ടും പഞ്ചായത്തിനെതിരെ വലിയ രീതിയിലുള്ള ആക്ഷേപ പ്രചരണങ്ങളാണ് രാഷ്ട്രീയപരമായി ഇപ്പോൾ UDF ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും വകുപ്പ് മന്ത്രിക്കും പഞ്ചായത്ത് പരാതി നൽകിയിട്ടുള്ളതാണ്. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരം ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങൾ നടത്തിയ പരിശോധനയിലാണ് ക്രമക്കേട് കണ്ടെത്തിയത്. ക്രമക്കേട് ഭരണസമിതിക്കെതിരെ തിരിച്ചുവിടാനുള്ള നിലപാടാണ് UDF നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നത്. ക്രമക്കേടിന് കൂട്ടുനിന്നവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നതാണ് തങ്ങളുടെ നിലപാടെന്നും ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു. അടിമാലിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഉൾപ്പെടെയുള്ള ഭരണസമിതി അംഗങ്ങൾ പങ്കെടുത്തു. മൂന്നാറിൽ വലിയ തുക മുടക്കിയ കുടിവെള്ള പദ്ധതി പാതി വഴിയിൽ നിലച്ചു. പദ്ധതി പ്രതിസന്ധിയിലായതോടെ ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച തടയണകൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ്. മൂന്നാർ ടൗണിന് സമീപം കന്നിമലയാറ്റിലാണ് നബാർഡ് ഫണ്ട് ഉപയോഗിച്ച് ചെറുകിട ജലസേചന വകുപ്പ് ബണ്ടുകൾ സ്ഥാപിച്ചത്. ജലസേചന വകുപ്പിന്റെ നേതൃത്വത്തിൽ 2019 മൂന്നാർ ടൗണിന് സമീപവും 1 കിലോമീറ്റർ മുകളിൽ മുതുവാൻപാറ ഭാഗത്തും കന്നിമലയാറിന് കുറുകെ 2 തടയണകൾ നിർമ്മിക്കുന്ന ജോലികൾക്ക് തുടക്കമിട്ടത്. നിർമ്മാണം 2022 മാർച്ചിൽ പൂർത്തിയായി. ശുദ്ധജലക്ഷാമം രൂക്ഷമായ മൂന്നാർ ടൗൺ കോളനി പ്രദേശങ്ങളിൽ വെള്ളം എത്തിക്കാനുള്ളതായിരുന്നു പദ്ധതി. എന്നാൽ പദ്ധതി പാതി വഴിയിൽ നിലച്ചതോടെ ലക്ഷങ്ങൾ ചിലവിട്ട് നിർമ്മിച്ച തടയണകൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിലായി. மூணார் காலனி பகுதியில் குடிதண்ணீருடைய பிரச்சனை பல வருஷங்களாக இருக்குது. பொதுவாக நியூ காலனி, லட்சம் காலனி, செட்டில்மெண்ட் காலனி, MG காலனி, இக்கா நகர் காலனி பகுதியிலலாம் குடிநீர் பிரச்சனை. அங்கே உள்ள குடிநீர் பிரச்சனை தீர்ப்பதற்கு வேண்டி தான் இங்கே பெரியவார போகக்கூடிய பகுதியில் ஒரு செக்கு டம்பு இங்கே 2018 வேலை தொடங்கப்பட்டது. பல லட்சம் ரூபாவுடைய செலவில் இங்கே இந்த டாங்கு செக்கு டம்பு இங்கே வேலை செஞ்சுட்டு பல 6 வருஷங்கள் ஆயும் இதுவரை அந்த இங்கேருந்து குடிநீர் கொண்டு போவதற்குள்ள நடவடிக்கை சர்க்கார் பாகத்து எந்த ஒரு நடவடிக்கையும் எடுக்கவில்லை. எனவே சம்பந்தப்பட்ட அதிகாரிகள் உடனடியாக இந்த குடிநீரை கொண்டு வந்து அங்கே சேர்த்தா இங்கேருந்து குடிநீர் எடுத்தால் இந்த மூணார் பகுதிக்கும் காலனி பகுதி எல்லா பகுதிகளுக்கும் குடிநீர் கொடுக்கக்கூடிய சம்விதானம் எல்லாமே இங்கே இருக்குது. எனவே சம்பந்தப்பட்ட அதிகாரிகள் உடனடியாக நடவடிக்கை எடுக்க வேண்டும் என்று மூணாருடைய பொதுஜனங்கள் ഭാഗത്തും മെമ്പറുங்கிற ഭാഗത്തിലും ഒരു കോരിക്കை വയ്க்கிறோம். നബാർഡ് ഫണ്ട് ഉപയോഗിച്ചാണ് ചെറുകിട ജലസേചന വകുപ്പ് ബണ്ടുകൾ സ്ഥാപിച്ചത്. കന്നിമലയാറ്റിലെ വെള്ളം തടഞ്ഞു നിർത്തി ടാങ്കിൽ സംഭരിച്ച് വിതരണം ചെയ്യാനുള്ളതായിരുന്നു പദ്ധതി. ഇത് പഞ്ചായത്തിന് കൈമാറുമെന്നും ടാങ്കും പൈപ്പുകളും സ്ഥാപിച്ച പഞ്ചായത്ത് ജലവിതരണം നടത്തണമെന്നുമായിരുന്നു ധാരണ. എന്നാൽ പദ്ധതി പ്രായോഗികമല്ലെന്നും വൻ പണച്ചെലവ് വരുമെന്നും ചൂണ്ടിക്കാട്ടി പഞ്ചായത്ത് പിന്മാറി. ഇതോടെ ഈ തടയണകൾ ഉപയോഗശൂന്യമായ നിലയിലായി. പദ്ധതി പ്രായോഗികമാണോ എന്ന് മതിയായ പഠനം നടത്താതെ തടയണകൾ സ്ഥാപിച്ചത് തിരിച്ചടിയായെന്നാണ് ആക്ഷേപം. കാഞ്ചിയാർ സ്വരാജിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നതായി പരാതി. മലയോര ഹൈവേ നിർമ്മിച്ചതിന് പിന്നാലെയാണ് വളവുകളിൽ അപകടങ്ങൾ പതിവാകുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഇരുചക്ര വാഹന യാത്രികൻ റോഡിൽ അപകടത്തിൽപ്പെട്ടിരുന്നു. ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ കിടന്ന യുവാവിനെ അപകടം നടന്ന് അരമണിക്കൂർ കഴിഞ്ഞാണ് ആശുപത്രിയിൽ എത്തിച്ചത്. മലയോര ഹൈവേ നിർമ്മാണം ആരംഭിച്ചതു മുതൽ കാഞ്ചിയാർ സ്വരാജ് മുതൽ തൊപ്പിപ്പാള വരെയുള്ള ഭാഗങ്ങളിൽ 7ഓളം അപകടങ്ങളാണ് നടന്നത്. കൊടും വളവുകളിലാണ് പലപ്പോഴും അപകടങ്ങൾ ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഇരുചക്ര വാഹന യാത്രികൻ ഇവിടെ അപകടത്തിൽപ്പെട്ടിരുന്നു. അപകടം ആരുടെയും ശ്രദ്ധയിൽപ്പെടാഞ്ഞതിനെ തുടർന്ന് യുവാവ് അരമണിക്കൂറോളം വഴിയരികിൽ കിടന്നു. പിന്നീട് സമീപവാസികൾ കണ്ടതിനെ തുടർന്നാണ് യുവാവിനെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. അപകടത്തിൽ യുവാവിന്റെ പരിക്കുകൾ ഗുരുതരമാണ്. ഇതിപ്പോൾ 9 മീറ്റർ ടാറിംഗ് ഉള്ളതിനകത്ത്
ഈ സെൻട്രിൽ കൂടെ വരയിടാത്തതുകൊണ്ടായിരിക്കാം വണ്ടിയെല്ലാം നിരന്ന് കയറി പോവുകയാണ്, കംപ്ലീറ്റ് റോങ് സൈഡ് പിടിച്ച് പോകുന്നു. അപ്പം അടിയന്തരമായിട്ട് ഈ വെള്ളക്കെട്ട് ഇതിവിടെ നിന്ന് മാറണം. ഇതിപ്പം മഴ പെയ്ത് കഴിഞ്ഞാൽ റോഡ് ക്രോസ് ചെയ്താണ് വെള്ളം ഒഴുകുന്നത്. അപ്പം ഇത് വരയ്ക്കണം, വരച്ച് കഴിഞ്ഞാലേ നമുക്കുള്ള പരിമിതി അറിയത്തുള്ളൂ, അല്ലെ റോങ് സൈഡ് കയറാതെ വണ്ടി കൊടുക്കുക. അതുപോലെ തന്നെ ഭയങ്കര എന്താ പറയുന്നത്, ഓവർ സ്പീഡ് വണ്ടി. നമുക്ക് റോഡൊന്ന് മറികടക്കാൻ ഒരു മാർഗ്ഗമില്ല, നൂറ് വണ്ടിക്ക് ഭയങ്കര സ്പീഡാണ്. അപ്പോൾ ഈ 9 മാസത്തിനിടയ്ക്ക് ഏതാണ്ട് 8-9 കേസുകൾ ഇവിടെ തന്നെ ഈ ഒരു 300 മീറ്ററിനിടയ്ക്ക് തന്നെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. എല്ലാ ഒടിയവും ചതവും. ഇപ്പോൾ ഇന്നലത്തെ ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും അറിയാൻ പറ്റില്ല, കാരണം 6 മണിക്കൂർ ഓപ്പറേഷൻ കഴിഞ്ഞാൽ എന്താണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പം ഈ 8-9 മാസത്തിനിടയ്ക്ക് 8-10 കേസ് ഈ ഇത്ര ഇടയ്ക്ക് തന്നെ നടന്നിട്ടുണ്ട്. റോഡിൻ്റെ അപാകതയാണോ എന്താ സംഭവം നടത്തില്ല. അടിയന്തരമായിട്ട് ഇപ്പോൾ ഈ വെള്ളക്കെട്ട് മാറ്റി ഇത് വരച്ച് പണി തീർക്കുക എന്നുള്ളതാണ്. പാതയിലെ കൊടും വളവുകളിലാണ് പലപ്പോഴും അപകടങ്ങൾ നടക്കുന്നത്. അമിത വേഗതവും റോഡിൽ വെള്ളക്കെട്ടുണ്ടാകുന്നതും അപകടങ്ങൾക്ക് കാരണമാണ്. ഓടയുടെ അടക്കമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകുന്നതാണ് റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെടാൻ കാരണം. ഹൈവേയുടെ നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിക്കുകയും വളവുകളിലെ അപകട ഭീഷണി ഒഴിവാക്കുകയും ചെയ്യണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. പുരോഗമന കലാസാഹിത്യ സംഘം അടിമാലി ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഷീല ശങ്കർ രചിച്ച ഏനം എന്ന നോവലിനെ സംബന്ധിച്ച് അടിമാലിയിൽ പുസ്തക ചർച്ച സംഘടിപ്പിച്ചു. അടിമാലി ധാര ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ സെക്രട്ടറി കെ ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ടി.എ. രാജൻ രചിച്ച വൈറൽ എന്ന കവിതാ സമാഹാരത്തിന്റെ പ്രകാശന കർമ്മവും നടന്നു. പുരോഗമന കലാസാഹിത്യ സംഘം അടിമാലി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഷീല ശങ്കറിന്റെ നോവലായ ഏനം എന്ന കൃതിയെക്കുറിച്ച് ചർച്ച സംഘടിപ്പിച്ചത്. പുരോഗമന കലാസാഹിത്യ സംഘം അടിമാലി ഏരിയ പ്രസിഡന്റ് എൻ വിജയമോഹൻ അധ്യക്ഷനായിരുന്നു. പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ സെക്രട്ടറി കെ ജയചന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഈ പുസ്തകത്തെ അവതരിപ്പിക്കുമ്പോൾ 2 പ്രശ്നങ്ങളാണ്. ഒന്ന്, ഇത് കേൾക്കുന്ന ആളിന് ഇത് ഇത്രേ ഉള്ളോ എന്ന് തോന്നരുത്, അല്ലെങ്കിൽ ഇതാണല്ലേ എന്ന് മനസ്സിലാവുകയായിരുന്നു. ഈ ഇത്രേ ഉള്ളോ ഇതാണല്ലേ എന്നീ 2 ചോദ്യങ്ങൾക്ക് നടുവിൽ നിൽക്കണം പുസ്തകത്തെ പറ്റി സംസാരിക്കുമ്പോൾ. കേൾക്കുന്നയാളിന് മേടിച്ച് വായിക്കാൻ തോന്നുന്ന അത്ര വരെ പോകാവൂ. അതുകൊണ്ട് നോവലിന്റെ കഥ പറയുന്നില്ല. പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ ജോയിന്റ് സെക്രട്ടറി അജയ് വേണു പെരിങ്ങാശ്ശേരി, എഴുത്തുകാരൻ MP രാജൻ, KC രാജൻ, TM ഗോപാലകൃഷ്ണൻ, TR ബിജീസ്, നിർമ്മല ബാലകൃഷ്ണൻ, KS രമണി, MS സുധാകരൻ, PK രാജൻ, ഷിനോജ് ശ്രീനിലയം, റഫീഖ് അടിമാലി, KK രാജു തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിനോടനുബന്ധിച്ച് വാതിൽ ബുക്സ് പ്രസിദ്ധീകരിച്ച ടി.എ. രാജൻ എഴുതിയ കവിതാ സമാഹാരം വൈറൽ എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും നടന്നു. പുസ്തകം കെ ജയചന്ദ്രൻ കവി അക്ബറിന് നൽകി പ്രകാശന കർമ്മം നിർവഹിച്ചു. എഴുത്തുകാരി ഷീല ശങ്കർ മറുപടി പ്രസംഗം നടത്തി. ഹൈറേഞ്ച് പശ്ചാത്തലമായി ഷീല രചിച്ചിരിക്കുന്ന ഏനം എന്ന നോവൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് നൂറനാട് ഉണ്മ പബ്ലിക്കേഷൻസ് ആണ്. വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിന്റെ നിയന്ത്രണത്തിലുള്ള മുരിക്കാശ്ശേരിയിലെ കമ്മ്യൂണിറ്റി ഹാൾ ജില്ലാ പഞ്ചായത്ത് തിരികെ ഏറ്റെടുത്ത് സംരക്ഷിക്കാൻ സന്നദ്ധമാണെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈനി സജി. വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് സംരക്ഷിക്കാത്തതുമൂലം കമ്മ്യൂണിറ്റി ഹാൾ നാശത്തിലായതിനാലാണ് തിരികെ ഏറ്റെടുക്കേണ്ട സാഹചര്യമുണ്ടായതെന്നും ഷൈനി സജി വ്യക്തമാക്കി. വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് ആസ്ഥാനമായ മുരിക്കാശ്ശേരിയിൽ മുൻപ് ജില്ലാ പഞ്ചായത്ത് നിർമ്മിച്ച കമ്മ്യൂണിറ്റി ഹാൾ വാത്തിക്കുടി പഞ്ചായത്തിന് വിട്ടു നൽകിയിരുന്നു. ആദ്യകാലങ്ങളിൽ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ കൃത്യമായി സംരക്ഷിക്കുകയും ചെയ്തു. എന്നാൽ കഴിഞ്ഞ 3 വർഷമായി പഞ്ചായത്ത് അംഗം ഉൾപ്പെടെ ഇവിടേക്ക് തിരിഞ്ഞു നോക്കാതെയും മാലിന്യങ്ങൾ സംഭരിക്കുന്ന സ്ഥലമായും കമ്മ്യൂണിറ്റി ഹാൾ മാറ്റിയതോടെ കെട്ടിടം നാശത്തിന്റെ വക്കിലാണ്. ഇതോടെ പഞ്ചായത്ത് ഭരണസമിതിയുടെ അനാസ്ഥയ്ക്കെതിരെ കടുത്ത പ്രതിഷേധവും ഉയർന്നിരുന്നു. ഗ്രാമപഞ്ചായത്ത് 60% ഇതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിന്റെ 60% തുക ഗ്രാമപഞ്ചായത്തും 40% തുക ജില്ലാ പഞ്ചായത്തിലും ഒടുക്കിയതിനു ശേഷം അതിന്റെ മെയിൻ്റനൻസ് ഗ്രാമപഞ്ചായത്ത് നടത്തിക്കൊള്ളാമെന്നുള്ള ആ ഒരു എഗ്രിമെന്റിൽ ഒരു ധാരണ പ്രകാരമാണ് ഗ്രാമപഞ്ചായത്തിനെ ഈ ഒരു സ്ഥാപനം അന്ന് ജില്ലാ പഞ്ചായത്ത് ഏൽപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് അത് കൈമാറി കൊടുത്തത്. എന്നാൽ ഒരു 3-4 വർഷമായിട്ട് പുതിയ ഭരണസമിതി വന്നതിന് ശേഷം 1 രൂപ പോലും മുടക്കി അതിന്റെ മെയിൻ്റനൻസ് നടത്തുകയോ, ഇന്ന് ഇവിടെ വന്ന് നോക്കിയാൽ വരുന്ന ആളുകൾക്ക് കാണുവാൻ സാധിക്കും, ഈ ഗ്രാമപഞ്ചായത്തിലെ വിവിധങ്ങളായ വാർഡുകളിൽ നിന്ന് ഹരിതകർമ്മസേനയുടെ പ്രവർത്തകർ കളക്ട് ചെയ്യുന്ന പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ സൂക്ഷിക്കുന്നതിനുള്ള ഒരു കേന്ദ്രമായി ഇന്ന് ഈ കമ്മ്യൂണിറ്റി ഹാളിനെ മാറ്റിയിരിക്കുകയാണ്. 1 കോടിയോളം രൂപ മുടക്കി 2006-ലാണ് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മുരിക്കാശ്ശേരിയിൽ കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മിച്ചത്. 2013-ൽ നടത്തിപ്പ് ചുമതല വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിന് വിട്ടു നൽകുകയും ചെയ്തു. നിരവധി പൊതുപരിപാടികൾക്കും കുറഞ്ഞ ചിലവിൽ സാധാരണ ജനങ്ങൾക്കും ഓഡിറ്റോറിയം ഉപയോഗിക്കാമെന്നിരിക്കെ ഗ്രാമപഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥത മൂലം ഈ ഹാൾ ഇപ്പോൾ പൂർണ്ണമായും നാശത്തിന്റെ വക്കിലാണ്. ജില്ലാ പഞ്ചായത്തുമായി ആലോചിച്ച് തിരികെ ഏറ്റെടുത്ത് ഓഡിറ്റോറിയം സംരക്ഷിക്കാനുള്ള നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും ജില്ലാ പഞ്ചായത്ത് മുരിക്കാശ്ശേരി ഡിവിഷൻ അംഗം ഷൈനി സജി വ്യക്തമാക്കി.
PG/M.Tech പ്രവേശന പരീക്ഷകൾക്ക് മൂന്നാറിൽ സെന്റർ അനുവദിച്ച് കേരള യൂണിവേഴ്സിറ്റി. 64 വിഷയങ്ങളുടെ പരീക്ഷകൾ മൂന്നാറിലും നടക്കും. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് എന്നിവിടങ്ങളിലാണ് നിലവിൽ കേരള സർവകലാശാലയുടെ പ്രവേശന പരീക്ഷകൾക്ക് സെന്ററുകൾ ഉള്ളത്. ഹൈറേഞ്ച് മേഖലയിലെ കുട്ടികളുടെ സൗകര്യം കണക്കിലെടുത്താണ് പുതിയ സെന്റർ മൂന്നാറിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. 5 ദിവസങ്ങളിലായാണ് കേരള യൂണിവേഴ്സിറ്റിയുടെ PG/M.Tech പ്രവേശന പരീക്ഷകൾ നടക്കുന്നത്. പരീക്ഷകൾ തിങ്കളാഴ്ച ആരംഭിച്ചു. ഇത്തവണ നിലവിലുള്ള സെന്ററുകളായ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് എന്നിവിടങ്ങൾക്ക് പുറമെ മൂന്നാറിലും വിദ്യാർത്ഥികൾക്ക് പ്രവേശന പരീക്ഷ എഴുതാൻ സെന്റർ ക്രമീകരിച്ചിട്ടുണ്ട്. 64 വിഷയങ്ങളുടെ പരീക്ഷകൾ മൂന്നാറിലും നടക്കും. മുമ്പുണ്ടായിരുന്ന സെന്ററുകളിലേക്ക് ഹൈറേഞ്ച് മേഖലയിൽ നിന്നും വിദ്യാർത്ഥികൾക്ക് എത്തണമെങ്കിൽ ഏറെ ദൂരം സഞ്ചരിക്കേണ്ട സാഹചര്യത്തിനൊപ്പം അധിക ദൂരവും സമയവും ചിലവഴിക്കേണ്ടുന്ന സ്ഥിതിയുമുണ്ടായിരുന്നു. കുട്ടികളുടെ ഈ അസൗകര്യം കണക്കിലെടുത്താണ് സർവകലാശാല ഇത്തവണ പുതിയ സെന്റർ മൂന്നാറിൽ അനുവദിച്ചു നൽകിയത്. കേരള യൂണിവേഴ്സിറ്റി തിരുവനന്തപുരം ഇതുവരെ നമുക്ക് എൻട്രൻസ് ട്രിവാൻഡ്രം, എറണാകുളം, കോഴിക്കോട്, ചെന്നൈ, ഡൽഹി ഈ 5 സെൻറ്ററുകളിൽ മാത്രമാണ് PG/M.Tech എൻട്രൻസ് നടത്തി വന്നത്. ചരിത്രത്തിൽ നമുക്ക് ആദ്യമായിട്ടാണ് നമുക്ക് മൂന്നാർ സെൻറ്ററും കൂടി നമ്മൾ വന്നിരിക്കുന്നത്. കേരള യൂണിവേഴ്സിറ്റിയുടെ PG/M.Tech എൻട്രൻസ് ഇവിടെ തോട്ടം മേഖലയിലുള്ള കുട്ടികൾ തലമുറകളായിട്ട് 6 തലമുറയായിട്ട് ജീവിക്കുന്ന കൂട്ടം മേഖലയിലുള്ള കുട്ടികൾ അവരുടെ ഉന്മനത്തിന് വേണ്ടി ലയങ്ങളിൽ നിന്ന് അവർ സമൂഹത്തിൻ്റെ മുൻധാരയിൽ എത്തണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ എൻട്രൻസ് മൂന്നാറിൽ വന്നിരിക്കുന്നത്. ചെലവ് കുട്ടികൾക്ക് കുറച്ച് കൊടുക്കാൻ വേണ്ടി കേരള യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായിട്ട് ഞങ്ങളുടെ രജിസ്ട്രാർ, വൈസ് ചാൻസലർ മുൻകൈ എടുത്താണ് ഈ കോഴ്സ് ഇവിടെ എൻട്രൻസ് ഇവിടെ നടത്തുന്നത്. വരും കാലങ്ങളിൽ കുട്ടികൾ എല്ലാവരും ഈ എൻട്രൻസിലേക്ക് അപ്ലൈ ചെയ്യുക, നിങ്ങളുടെ ചിലവ് ചുരുക്കുക, മാത്രമല്ല ട്രിവാൻഡ്രത്ത് പഠിക്കാൻ വരിക, സമൂഹത്തിൻ്റെ മുൻകാരിൽ എത്താൻ വേണ്ടി വരിക. ഏകദേശം നമുക്ക് എൻട്രൻസിൽ 64 സബ്ജക്റ്റുകളാണ് നമുക്കുള്ളത്. MA, MSc, MCom, MSW, M.Tech കമ്പ്യൂട്ടർ സയൻസ്, അതുപോലെ MSW, അങ്ങനെ പല നല്ല ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഒത്തിരി സബ്ജക്റ്റുകൾ, നല്ല സബ്ജക്റ്റുകളുണ്ട്. എല്ലാവരും ഈ കോഴ്സിലേക്ക് അപ്ലൈ ചെയ്യുക. മൂന്നാർ ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹൈസ്കൂളിൽ വെച്ചാണ് പരീക്ഷകൾ നടക്കുന്നത്. രാജ്യത്താകെ 6 സെന്ററുകളാണ് ഇത്തവണ പ്രവേശന പരീക്ഷകൾക്കായി കേരള യൂണിവേഴ്സിറ്റി ക്രമീകരിച്ചിട്ടുള്ളത്. 55-ലധികം കുട്ടികൾ ഇത്തവണ മൂന്നാറിനെ പ്രവേശന പരീക്ഷയുടെ സെന്ററായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. எங்களுக்கு இங்கே என்ட்ரன்ஸ் எக்ஸாமுக்குள்ள பிளேஸ் இருந்ததுக்கு கேரளா யூனிவர்சிட்டிக்கு ரொம்ப தேங்க்ஸ் சொல்லிக்கிறோம். எங்கள் பேரண்ட்ஸ் தலைமுறை எங்கள் தோட்டம் தொழிலாளிகளாக ஒர்க் பண்ணுறாங்க. எங்கள் தாத்தா பாட்டி 6 தலைமுறை இங்கே தான் வேலை செய்கிறாங்க. அப்போ அவங்களுக்கு சம்பளமே 3000 ரூபாய் தான் கிடைக்குது. இப்போ எங்களுக்கு இங்கேருந்து தூரமாக என்ட்ரன்ஸ் எக்ஸாம்ஸ் வச்சிங்கன்னா எங்களுக்கு அங்கே செலவாகிறதே 5000 ருபீஸ் ஆகுது. அப்போ எங்களுக்கு இங்கே சென்டர் தந்த கேரளா யூனிவர்சிட்டிக்கு ரொம்ப தேங்க்ஸ் சொல்லிக்கிறோம். இது மாதிரி நிறைய என்ட்ரன்ஸ் எக்ஸாம்ஸ் இங்கே வச்சிங்கன்னா எங்களுக்கு ரொம்ப சௌகரியமாக இருக்கும். ഇനിയുള്ള വർഷങ്ങളിൽ പ്രവേശന പരീക്ഷകൾക്ക് മൂന്നാറിലും സർവകലാശാലയുടെ സെന്റർ ഉണ്ടാകും. യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായി മൂന്നാറിൽ റീജിയണൽ സെന്റർ തുടങ്ങുന്ന കാര്യത്തിലും ആലോചനയുണ്ട്. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി കാഞ്ചാർ യൂണിറ്റ് വാർഷിക പൊതുയോഗവും ഭരണസമിതി തെരഞ്ഞെടുപ്പ് നടന്നു. പരിപാടി ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് KR വിനോദ് ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാഞ്ചാർ യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗവും ഭരണസമിതി തെരഞ്ഞെടുപ്പുമാണ് നടന്നത്. 2023-24 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ടും വരവ് ചിലവ് കണക്ക് അവതരിപ്പിക്കലും നടന്നു. മാരിയിൽ കൃഷ്ണൻ നായർ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് KR വിനോദ് ഉദ്ഘാടനം ചെയ്തു. ഇപ്പോഴത്തെ നമ്മുടെ സ്ഥിതി എന്താണെന്ന് നമ്മളൊന്ന് പരിശോധിച്ച് പോകണം. ഇപ്പോഴും ഓരോ വാർഷിക പൊതുയോഗങ്ങളിലും ഇനി അതിന് കഴിഞ്ഞില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ്, ദ്വൈവാർഷിക തെരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങൾ ഉറപ്പായിട്ട് നമ്മൾ നടത്തുന്നുണ്ട്. അപ്പൊ നമ്മൾ വാർഷിക പൊതുയോഗങ്ങൾ തന്നെ നിർബന്ധമാക്കിയിരിക്കുകയാണ്. ജില്ലയിൽ നമുക്ക് 144 യൂണിറ്റുകളാണ് ഇപ്പൊ ലൈവായിട്ടുള്ളത്. 148 യൂണിറ്റ് ഉണ്ട്. എന്നാൽ 4 യൂണിറ്റ് അത്ര നന്നായി പ്രവർത്തിക്കുന്നില്ല. ചില സ്ഥലങ്ങളിൽ അങ്ങനെ വരാറുണ്ട്. ചെറിയ 25 വരെ ചേർത്ത് യൂണിറ്റ് ഉണ്ടാക്കിയാൽ ആ യൂണിറ്റ് ചിലപ്പോ ബാലാരിഷ്ടപേർ താണ്ടി മുന്നോട്ട് പോയെന്ന് വരില്ല, ഒന്ന് നിന്നു വീണ്ടും സ്റ്റാർട്ടാവും. അങ്ങനെ അത് നന്നായി വരുന്ന യൂണിറ്റുകൾ ഇഷ്ടം പോലെയുണ്ട്. PK മാണി, വിൻസെന്റ് വി കുര്യൻ, ജോഷി കുട്ടട എന്നിവർ സംസാരിച്ചു. മുഹമ്മദ് ബഷീർ, സാബു മൂരിപ്പാറയിൽ, ബിജു വാഴപ്പനാടിയിൽ, CT ആന്റണി, നന്ദിനി അജയൻ എന്നിവർ നേതൃത്വം നൽകി. തോപ്രാങ്കുടി പെരുന്തൊട്ടി ആയിരവല്ലിക്കാവ് ദേവീക്ഷേത്രത്തിൽ സമൂഹ ലക്ഷാർച്ചനയും ദേവപ്രതിഷ്ഠയും നടത്തി. ആർഷ വിദ്യാപീഠ മഠാധിപതി ദയാനന്ദ സരസ്വതി സ്വാമികൾ, താന്ത്രികാചാര്യൻ പ്രണവസ്വരൂപാനന്ദ സ്വാമികൾ, ബ്രഹ്മശ്രീ നിമേഷ് ശാന്തികൾ എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പ്രതിഷ്ഠാ ചടങ്ങുകൾ നടന്നത്. 5 ദിവസങ്ങളിലായി നടന്നു വന്നിരുന്ന പ്രതിഷ്ഠാ പൂജാകർമ്മങ്ങൾക്ക് ശേഷമാണ് പെരുന്തൊട്ടി ആയിരവല്ലിക്കാവ് ദേവീക്ഷേത്രത്തിൽ ദേവപ്രതിഷ്ഠാ ചടങ്ങ് നടന്നത്.
കഞ്ഞിക്കുഴി ആർഷ വിദ്യാപീഠം ആശ്രമത്തിൽ നിന്നും ആരംഭിച്ച വിഗ്രഹ ഘോഷയാത്ര പ്രകാശ് ഗുരുമന്ദിരത്തിൽ വെച്ച് എതിരേറ്റ് വാദ്യമേളങ്ങളുടെയും താലപ്പൊലിയുടെയും അകമ്പടിയോടെ ക്ഷേത്രത്തിൽ എത്തിച്ചതിനു ശേഷമാണ് പ്രതിഷ്ഠാ കർമ്മങ്ങൾ നടന്നത്. കേരളത്തിലെ പുതിയ ഒരു സമ്പ്രദായത്തിൽ ഇതേവരെ ക്ഷേത്രത്തിൽ നമ്മുടെ ക്ഷേത്രത്തിലെ കേരള സമ്പ്രദായം പ്രകാരം കൃഷ്ണശിലയിലെ വിഗ്രഹങ്ങളാണ് പ്രതിഷ്ഠിക്കാറ്. എന്നാൽ ആയിരവല്ലിക്കാവ് ദേവീക്ഷേത്രത്തിൽ വെണ്ണക്കൽ വിഗ്രഹമാണ് നമ്മളിപ്പോൾ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. വെണ്ണക്കൽ വിഗ്രഹം പ്രതിഷ്ഠിച്ചുകൊണ്ട് ഒരു ക്ഷേത്രങ്ങൾ സാധനാകേന്ദ്രങ്ങളാവണം എന്ന ഒരു സന്ദേശം നമ്മൾ ഉയർത്തിക്കൊണ്ട് നമ്മുടെ ഗുരുനാഥന്മാർ നമുക്ക് നൽകിയിരിക്കുന്ന ആ സന്ദേശം നമ്മൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ്, ഇല്ലെങ്കിൽ അത് മുൻനിർത്തിക്കൊണ്ടാണ് ഇന്നത്തെ ഈ പ്രതിഷ്ഠാ ദിന ചടങ്ങുകൾ നടക്കുന്നത്. ആർഷ വിദ്യാപീഠം മഠാധിപതി ദയാനന്ദ സരസ്വതി സ്വാമികൾ, താന്ത്രികാചാര്യൻ പ്രണവ സ്വരൂപാനന്ദ സ്വാമികൾ, ബ്രഹ്മശ്രീ നിമേഷ് തന്ത്രികൾ എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പ്രതിഷ്ഠാകർമ്മങ്ങൾ നടന്നത്. ആർഷ വിദ്യാപീഠം മാർഗദർശക് വിനോദ് നാരായണൻ ശാന്തികൾ, ശ്രീധരാനന്ദ സ്വാമികൾ തുടങ്ങിയവർ ക്ഷേത്ര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. മണിമരുത് അഥവാ നീർമരുത് എന്നറിയപ്പെടുന്ന ഒരു വൃക്ഷമുണ്ട് കിഴക്കേ മാട്ടുക്കട്ട പടുകയിൽ. വൃക്ഷങ്ങളിൽ വിരിഞ്ഞിരിക്കുന്ന പൂവുകൾ കിലോമീറ്റർ അകലെ നിന്നാൽ പോലും അതിമനോഹരമായ കാഴ്ചയാണ് സമ്മാനിക്കുന്നത്. മഞ്ഞിൽ പൊതിഞ്ഞു നിൽക്കുന്ന ഈ പൂക്കൾ കാണുവാനും സൗന്ദര്യം ആസ്വദിക്കുവാനും നിരവധി ആളുകളാണ് കിഴക്കേ മാട്ടുക്കട്ടയിലേക്ക് എത്തുന്നത്. അയ്യപ്പൻകോവിൽ കാഞ്ചിയാർ പഞ്ചായത്തുകളുടെ അതിർത്തി പ്രദേശമായ പടുകയിലാണ് പ്രകൃതി മനോഹര കാഴ്ചയൊരുക്കിയിരിക്കുന്നത്. നീർമരുത് അഥവാ മണിമരുത് എന്നറിയപ്പെടുന്ന വൃക്ഷത്തിലാണ് ലക്ഷക്കണക്കിന് പൂക്കൾ വർണ്ണവസന്തം തീർക്കുന്നത്. കിലോമീറ്റർ അകലെ നിന്നാൽ പോലും ഈ പൂക്കളുടെ സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയും. ഇത്രയും നല്ലൊരു ഭംഗിയുള്ളൊരു പ്രദേശം അയ്യപ്പൻകോവിലും ഗ്രാമപഞ്ചായത്തിലും മറ്റൊരു പ്രദേശത്തും കാണാൻ സാധിക്കുന്നു. ഏറ്റവും ഹൃദയകാരിയായിട്ടാണ് ഈ മരങ്ങളെല്ലാം പൂത്തൊലഞ്ഞ് എന്ത് ഭംഗിയാണെന്നറിയോ. ഒരു 2 ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂ കൊണ്ട് ഒരു പർദീസയാകും. അപ്പം ഇങ്ങനെ ഒരു ഗ്രാമപ്രദേശത്ത് ഇതുപോലൊരു മനോഹരമായ ഈ മരവൃക്ഷങ്ങളെല്ലാം സംരക്ഷിക്കപ്പെടുന്നത് ഈ ഗ്രാമവാസികളുടെ എല്ലാം ഒത്തൊരുമയോട് കൂടിയാണ്. ഈ പ്രദേശം മുഴുവൻ ഈ മരങ്ങളെല്ലാം ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വെച്ചതാണ്. എന്നാൽ പോലും ബഹുഭൂരിപക്ഷം മരങ്ങൾ നശിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ പ്രദേശത്തുള്ള ജനങ്ങളുടെ ഒത്തൊരുമയാണ് ഈ കാണുന്ന ഹൃദയകാരിയായ ഒരു മനോഹര കാഴ്ച. വർഷത്തിലൊരിക്കൽ പൂക്കുന്ന നീർമരുത് ഇടുക്കി പദ്ധതി പ്രദേശത്തിന്റെ പല ഭാഗത്തായി വനംവകുപ്പാണ് സ്ഥാപിച്ചത്. പ്രകൃതിയുടെ സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന ഈ ഭാഗം നിരവധി ചലച്ചിത്രങ്ങളിൽ ഇടം പിടിക്കുകയും ന്യൂജൻ വിവാഹങ്ങളുടെ ഫോട്ടോഷൂട്ടിൽ ഇടം പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. രാവിലെ ഒരു പോസ്റ്റ് ഷൂട്ടിംഗ് ഇറങ്ങിയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ പടുക ഏരിയ, എസ്പെഷ്യലി ഈ ഏരിയാസ് നല്ല രസമുണ്ട്. അതിനേക്കാളപ്പുറത്തേക്ക് ഈ മരവും അവിടുത്തെ പൂവും മൊത്തത്തിലൊരു നൈസ് ഏരിയ ആണ്. ഫോട്ടോഷൂട്ടിനൊക്കെ ആണെങ്കിലും അടിപൊളിയാണ്. കപ്പിളിനെ കൊണ്ടൊക്കെ ആണെങ്കിലും രാവിലെ ടൈമിലോ ഈവനിങ് ടൈമിലോ ഒക്കെ ഈ കപ്പിൾ ഷൂട്ടിനും ഫോട്ടോഷൂട്ടിനും ഒക്കെ പറ്റിയ ഒരു പക്ക ഏരിയ ആയതുകൊണ്ട് തന്നെയാണ് ഇവിടെ വന്നത്. ഇടകലർന്ന മഞ്ഞും ഇടയ്ക്ക് പെയ്യുന്ന ചാറ്റൽ മഴയും പൂക്കളുടെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുകയാണ്. ത്രിതല പഞ്ചായത്തുകൾ ഇടപെട്ട മേഖല വിനോദസഞ്ചാര കേന്ദ്രമായി പ്രഖ്യാപിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചാൽ വരും കാലത്ത് വലിയ സാധ്യതകളാണ് പടുകയ്ക്കുള്ളത്. കൂടാതെ സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായി ഇവിടം മാറുകയും ചെയ്യും. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോളം.
കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. കുമളി സ്പൈസ് മോർ ട്രേഡിംഗ് കമ്പനി ഏലയ്ക്ക ലേല വിവരം. ആകലോട്ട് 196, വിൽപ്പനയ്ക്ക് വന്നത് 60,179, വിൽപ്പന നടന്നത് 59,537, കൂടിയ വില 2,700, ശരാശരി വില 2,065. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 600 രൂപ, ഏലം കൂടിയ വില 2000, ഏലം ശരാശരി വില 1800. കാപ്പിപ്പരിപ്പ് 320, ഗ്രാമ്പു 950, കൊക്കോ 175, റബ്ബർ 175. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 6,830 രൂപ, വെള്ളി 100. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടുക്കി മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. വിദ്യാർത്ഥികൾ സമരം ആരംഭിച്ചത് പഠനത്തിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലെന്ന് ആരോപിച്ച്. ഇടുക്കി മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ പ്രത്യക്ഷ സമരങ്ങളുമായി രംഗത്തു വരുന്നത് ഇത് 3-ാം തവണ. ഇരട്ടയാർ ഇടിഞ്ഞമലയിൽ നിരപരാധികളായ യുവാക്കളെ കയ്യേറ്റം ചെയ്ത തങ്കമണി SIക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് കോൺഗ്രസ് നേതാക്കൾ. സംഭവം നടന്നത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ. അല്ലാത്തപക്ഷം പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തുമെന്നും നേതാക്കൾ. ഇരട്ടയാറിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച പോക്സോ കേസ് അതിജീവിതയുടെ വീട്ടിൽ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഭാരവാഹികൾ സന്ദർശനം നടത്തി. അതിജീവിത ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവത്തിൽ ഉന്നതതല അന്വേഷണം നടത്തണമെന്ന് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം ശൈലജ സുരേന്ദ്രൻ. ചെറുതോണിയിൽ വൻ കഞ്ചാവ് വേട്ട. 2 കേസുകളിലായി 14 കിലോയോളം കഞ്ചാവ് പിടികൂടി. അറസ്റ്റിലായത് തങ്കമണി പുഷ്പഗിരി സ്വദേശി കലയത്തിങ്കൽ സാബു, ചെറുതോണി ഗാന്ധിനഗർ കോളനി സ്വദേശി കാരക്കാട്ട് പുത്തൻ വീട്ടിൽ അനീഷ് പൊന്നു എന്നിവർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.